രണ്ട് സർവാദരണീയരായ തങ്ങളവറുകളെ, ഈ വേദിയുടെ അധ്യക്ഷൻ തങ്ങളവറുകളെ, മറ്റ് വേദിയിലുള്ള മഹത്തുക്കളായ സാദാത്തുക്കളെ, ഉലമാക്കളെ, പ്രിയപ്പെട്ട നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, ദാരിമീസ് അസോസിയേഷൻ സമസ്ത നേതാക്കൾക്ക് നൽകുന്ന ആദരവും അതോടുകൂടി സമസ്ത സമാധാനത്തിൻ്റെ വഴി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് ആദർശ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയുമാണ് നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു ആദരിച്ച വസ്തുക്കളെയും അള്ളാഹു ആദരിച്ച വ്യക്തികളെയും, അങ്ങനെ ഏതെല്ലാം അള്ളാഹു ആദരിച്ചിട്ടുണ്ടോ ആ വസ്തുക്കളെയും വ്യക്തികളെയും ഒക്കെ തന്നെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലും അതിൻ്റെ യഥാർത്ഥ നിലപാടിലും ആദരിക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ്റെ ഔന്നിത്യം ഉണ്ടാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക. അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ചതിനെ ആദരിക്കൽ മാത്രമാണ് ഹിദായത്തിൻ്റെ വഴിയെന്നും അതിന് നേരെ വിരുദ്ധമായി വന്നാൽ അത് ദലാലത്താണെന്നും വളരെ വ്യക്തമായി മനുഷ്യന്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു പഠിപ്പിച്ചത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. മഹാനായ ജബീർ തങ്ങളെ പോലെയുള്ള സാദിഖ് ഉസ്താദിനെ പോലെയുള്ളവർക്കൊക്കെ വളരെ വൈകിയാൽ വിഷമം വരുമെന്ന് മനസ്സിലാക്കി ചില്ലറ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് ഏതൊരു വസ്തുവിനെയും സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ വസ്തുവിനെ സൃഷ്ടിക്കുന്നതിൽ ആ വസ്തു ഉണ്ടാകണം എന്നതിൻ്റെ പുറമേ ഒരടിസ്ഥാന ലക്ഷ്യമുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, ഭൂമിയെ അള്ളാഹു എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ഭൂമി ഉണ്ടാകാൻ വേണ്ടിയാണോ? ഭൂമി ഉണ്ടാകണമെന്ന് അള്ളാഹുവിന് താല്പര്യമുണ്ടോ? അതോ അതിൻ്റെ പിന്നിൽ വേറെ വല്ല ലക്ഷ്യവുമുണ്ടോ? ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈക്ക് എന്തിനു വേണ്ടി ഇവിടെ സ്ഥാപിച്ചു? അത് ഇങ്ങനെയൊരു മൈക്ക് ഇവിടെ ഉണ്ടാകണം എന്നതാണോ? അതിൻ്റെ പിന്നിൽ മറ്റു വല്ല ലക്ഷ്യങ്ങളുമുണ്ടോ? അതേ പ്രകാരം ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും ഈ പ്രപഞ്ചത്തിലെ വലിയ വലിയ ഗോളങ്ങളെയും ഇതെല്ലാം എന്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാകണം എന്നതാണോ അതിൻ്റെ ലക്ഷ്യം? ഒരിക്കലുമല്ല. ഭൂമി ഉണ്ടാകാൻ വേണ്ടി പടച്ചതല്ല. ആകാശത്തെ ആകാശമുണ്ടാകാൻ വേണ്ടി പടച്ചതല്ല. ചന്ദ്രനുണ്ടാകണം എന്നതല്ല ലക്ഷ്യം. ഈ പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളുടെയും നിർമ്മാണത്തിന്റെ പിന്നിൽ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ലോകത്തിന്റെ നാഥനായ റബ്ബ് വളരെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തി. എന്നെ അറിയപ്പെടാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തിയത്. ലഹു കുല്ലു ദർറാത്തിൽ വുജൂദി ശവാഹിദു അലാ അന്നഹുൽ ബാരിൽ ഇലാഹുൽ മുസബ്ബിറു. ഈ പ്രപഞ്ചത്തിലെ പരമാണു മുതൽ വലിയ ഗോളങ്ങൾ വരെ സർവ്വസാധനങ്ങളെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ മഅരിഫത്തിന് വേണ്ടി മാത്രമാണ്. അള്ളാഹുവിനെ അറിയേണ്ടവർ അള്ളാഹുവിനെ അറിയണം. അതാണ് അതിൻ്റെ ലക്ഷ്യം. ആ അറിയേണ്ടവർ അറിയുന്ന ഒരവസ്ഥ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയതിന് ആവശ്യമില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചുകൊണ്ട് ആ വിധത്തിൽ ഈ പ്രപഞ്ചം തരിപ്പണമായി താറുമാറായി നശിക്കും. ഇത് നമുക്കൊക്കെ അറിയാം. കാരണം മഅരിഫത്ത് ഇവിടെ ഇല്ലാതായി മാറി. അപ്പോൾ ഈ ഭൂമിയിൽ സമാധാനമുണ്ടാകണമെങ്കിൽ
ഈ ഭൂമിയിൽ ശാന്തി ഉണ്ടാകണമെങ്കിൽ അറിയേണ്ടവർ അള്ളാഹുവിനെ അറിയണം. അതാണ് സമാധാനത്തിന്റെ വഴി. മഅരിഫത്താണ് സമാധാനത്തിന്റെ വഴി. ആര് മഅരിഫത്ത്? അറിയേണ്ടവർ അള്ളാഹുവിനെ അറിയണം. അറിയേണ്ടവർ അള്ളാഹുവിനെ അറിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഘടന അല്പാൽപമായി മാറി 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 വ്യതിയാനങ്ങൾക്ക് വിധേയമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ വ്യതിയാനങ്ങളുടെ സമാപ്തിയാണ് ലോകത്തിന്റെ അവസാനം. ഇതാ സുൽസിലത്തിൽ അല്ലാഹു വളരെ വ്യക്തമായി നമ്മളോട് കാര്യം ഓർമ്മപ്പെടുത്തി. അപ്പോൾ ഈ ലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ മഅരിഫത്തും ദിക്റും കൂടാതെ സാധ്യമല്ല. അതൊരടിസ്ഥാന തത്വമാണ്. അതാണ് റബ്ബുൽ ഇസ്സത്ത് വേവലാതിപ്പെടുന്ന മനുഷ്യരോട്, വ്യാകുലപ്പെടുന്ന മനുഷ്യരോട്, ഭയവിഹ്വലരായ മനുഷ്യരോട്, സമാധാനത്തിന് വേണ്ടി എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്ന മനുഷ്യരോട് വളരെ വ്യക്തമായി ലോകത്തിന്റെ നാഥൻ പറഞ്ഞത്, അല്ലാ, അറിയുക മനുഷ്യരെ, നിങ്ങൾ അറിയണം. നിങ്ങൾ സമാധാനത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. നിങ്ങൾ സമാധാനത്തിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾ നടത്തുകയാണ്. നിങ്ങൾ സമാധാനത്തിന് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അറിയൂ, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രം തത്വമയിലുള്ള മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. വേറെ ഒന്നുകൊണ്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു ശാന്തമായ ജീവിതം, ഒരു സമാധാനകരമായ ജീവിതം, ഒരു സ്വസ്ഥമായ ജീവിതം ഈ പ്രപഞ്ചത്തിൽ കാഴ്ചവെക്കപ്പെടണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്തൊന്നിനു വേണ്ടി ഇത് സൃഷ്ടിച്ചോ ആ ലക്ഷ്യം മനസ്സിലാക്കി അറിയേണ്ടവർ അറിയുന്നവരവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ കാര്യം നടക്കുകയുള്ളൂ. ഈ വിധത്തിലുള്ള വിശ്വാസവും ആചാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗത്തെ വാർത്തെടുക്കലാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ചെയ്തിട്ടുള്ളത്. അവരുടെ വിശ്വാസം നിഷ്കളങ്കമാണ്. വിശ്വാസത്തിൽ കറകളില്ല. വിശ്വാസത്തിൽ യാതൊരു വിധത്തിലുള്ള കേടുകളുമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചും അതുപോലെ വിശ്വസിക്കേണ്ട മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും യഥാർത്ഥമായി വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന് അനുസൃതമായി തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല മാതൃകാപരമായ മനുഷ്യരെ ലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ കാഴ്ചവെച്ചു. എങ്ങനെ കാഴ്ചവെച്ചു? നബി തങ്ങളുടെ ജീവിതം നേരെ പകർത്തിയെടുത്തു. ഒരു ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ അതിന്റെ അസല് ഏതുപോലെ പതിയുന്നു അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, വിശ്വാസം മുഴുവനും നേരെ പകർപ്പായി സഹാബത്തിൽ പകർന്നു. ആ പകർന്ന ഫോട്ടോ കോപ്പിക്ക് ശരിക്ക് അറ്റസ്റ്റ് ചെയ്ത് അത് ശരിക്ക് അംഗീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തു, അസ്സഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും. എന്റെ സഹാബത്ത് നക്ഷത്രങ്ങളെ പോലെ, അവരിൽ നിന്ന് ആരോട് നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾക്ക് ഹിദായത്തുണ്ടാകും. അപ്പോൾ നബിയിൽ നിന്ന് നേരെ പകർത്തിയ ആ പകർപ്പ് അംഗീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ അവസാനം വരെ ആ പകർപ്പിയുടെ നിലനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൺമറഞ്ഞു. ആ പകർപ്പ് ശരിക്കും നിലനിന്നു പോരുന്നതിൻ്റെ ഇടയിൽ അതിലെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമൊക്കെ അല്പാൽപമായി വൈകല്യങ്ങൾ കടത്തിക്കൂട്ടപ്പെടാൻ തുടങ്ങി. നമുക്കൊക്കെ അറിയാം, ചിലപ്പോൾ നല്ല അമലുകൾ ഉണ്ടാവും, പക്ഷേ അമലുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈമാൻ ശരിയാകണം. ചിലപ്പോൾ അമലുകളുണ്ടാകാം, ഈമാൻ ശരിയാവില്ല. നല്ല നിസ്കാരം ഉണ്ടാവും, ഇപ്പോഴും പല സംഘടനകളും കാണാം. നല്ല നിസ്കാരം ഉണ്ടാവും, നല്ല വേഷമുണ്ടാവും, താഴ്മയുണ്ടാകും, വളരെ ആദരവ് കാണിക്കും, ഒക്കെ ഉണ്ടാവും. പക്ഷെ വിശ്വാസത്തിൽ ദൗർബല്യമുണ്ടാകും. അങ്ങനെ വന്നാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. വിശ്വാസം അടിസ്ഥാനമാണ്, അസാസ് വിശ്വാസമാണ്. ആ വിശ്വാസം കൃത്യമായതിനോടുകൂടി അതിൻ്റെ അനുസൃതമായ അമലുകളും കൂടി സമ്മേളിക്കുമ്പോൾ ആ സമ്മേളിക്കുന്ന അവസ്ഥയാണ് നബി സഹാബത്തിന് പകർത്തി കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ വരാൻ തുടങ്ങി. ചിലപ്പോൾ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങളിൽ ചിലത് കുറച്ചും കൂട്ടിയൊക്കെ ആ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതാണ് വാസ്തവത്തിൽ കള്ളത്തെരീക്കത്തുകളിലൂടെയും അതുപോലെ ഒരുപാട് ബിദഈ പ്രസ്ഥാനങ്ങളിലൂടെയും പുത്തനാശയങ്ങളിലൂടെയും എല്ലാം വരാൻ തുടങ്ങിയത്. അങ്ങനെ വരാൻ തുടങ്ങിയിട്ട്
മനുഷ്യരുടെ അഖീദയും പ്രവർത്തനങ്ങളും നാശപ്പെടുത്തുന്നുണ്ട്. അത് കേരളത്തിൽ അത് വന്ന് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, ആരായിരുന്ന ഉസ്താദന്മാര്, നാം മുമ്പോട്ടകൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് പരിചയമുള്ളവരെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. കോട്ടക്കലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ സമുന്നതരായ നമുക്ക് പരിചയമുള്ള നേതാക്കൾ ആരായിരുന്നു? മഹാനായ ചാമ്പരകാടി ബാബൂസിലാണെന്ന് നമുക്കൊക്കെ അറിയാം. അതേ പ്രകാരം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നമുക്ക് പരിചയമുള്ള, നേരെ പരിചയമുള്ള മഹാനായ കണ്ണിയസ്വദാന്റെ നിഷ്കളങ്കത എന്തായിരുന്നു എന്ന് നമുക്കറിയാം. മഹാനായ ശംസുൽ ഉലമായുടെ ഉന്നതമായ പദവി എവിടെയായിരുന്നു എന്ന് നമുക്കറിയാം. മഹാനായ കോട്ടുമൽ ഉസ്താദിന്റെ ആ ശരിയായ നിലക്കുള്ള ദീർഘദൃഷ്ടിയോടുകൂടെയുള്ള നമ്മുടെ ഈ കോട്ടക്കലിനോടൊക്കെ ബന്ധപ്പെട്ടുള്ള ജീവിതവും ദീനി ദഅവത്തും എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ മുതൽക്കുള്ള സമസ്തയുടെ സമുന്നതരായ നേതാക്കൾ, ഇന്ന് നമുക്ക് നേതൃത്വം വഹിക്കുന്ന ജിഫിരി തങ്ങൾ വരെ മഹാന്മാരായ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയിൽ മാത്രം അധിഷ്ഠിതമായി ജീവിതം നയിച്ച വലിയ സ്വാലിഹ്യങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മഹത്തുക്കളായ മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ, ആ സ്വാലിഹ്യങ്ങൾക്ക് ഇത് വേദനയുണ്ടാക്കിയ സമയത്ത് ആ വേദനയാണ് ഒരു ദൈവത്തിൻ്റെ രീതിയായി പുറത്തു വന്നുകൊണ്ട് ഒരു കൂട്ടായ്മ, അതൊരു പുതിയ പ്രസ്ഥാനമുണ്ടാക്കിയതല്ല, ഒരു പുതിയ കാര്യം പറഞ്ഞതല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിലേക്ക് ഏതുപോലെ പകർത്തി കൊടുത്തോ അതേ പകർപ്പിൽ യാതൊരു മാറ്റങ്ങളും വരാതെ ലോകത്തിന്റെ അവസാനം വരെ നിലനിൽക്കണമെന്ന ആ ദൃഢമായി മനസ്സിലാക്കിക്കൊണ്ട് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഔലിയാക്കളുടെ ഉലമാവിന്റെ സാലിഹ്യങ്ങളുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മ വളരെ വ്യക്തമായി അഖീദയും അമലുകളും കൃത്യമായി സത്യസന്ധമായി നിലനിർത്തി ഇന്ന് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സമാധാനത്തിൻ്റെ വഴി, അതാണ് ശാന്തിയുടെ വഴി. ശൈഥില്യത്തിൻ്റെ മാർഗമല്ലാതെ ശൈഥില്യത്തിൻ്റെ വഴിയുമല്ല എന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ ആലോചിച്ച് വെക്കാൻ അറിയാം. അതുകൊണ്ട് ഇത് കേൾക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നു, നമുക്കൊക്കെ അടിസ്ഥാന ലക്ഷ്യം ആഖിറത്തിൻ്റെ നന്മയാണ്. ആഖിറത്തിൻ്റെ നന്മയിൽ ആഖിറത്തിൻ്റെ വഴി ചൊവ്വായി വരണം. കാരണം ദാറുസ്സലാമിലേക്കുള്ള ക്ഷണം എല്ലാവർക്കുമുണ്ട്. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, എല്ലാവരെയും ദാറുസ്സലാമിലേക്ക് അല്ലാഹു ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ആ ദാറുസ്സലാമിന്റെ വഴിയിലെത്തൂല. വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ അവിടെ എത്താനുള്ള വഴിയിൽ അല്ലാഹു വേണ്ടി വെച്ചവർ അല്ലാഹു ഹിദായത്താക്കും. ആ മുസ്തഖീമായ വഴി തെളിയിച്ചു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി ശരിക്ക് പകർത്തിയിട്ട് ആ പകർപ്പ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്ന മഹത്തായ ഒരു ഉലമാഇന്റെ ഔലിയാക്കളുടെ കൂട്ടായ്മയാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് മനസ്സിലാക്കി ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ കീഴ്ഘടകങ്ങളുടെയും അതുപോലെ ഇതുപോലെ ദാരിമീസ് അസോസിയേഷൻ പോലെയുള്ള അതിൻ്റെ പോഷക സംഘടനകളുടെയും എല്ലാ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത് സജീവമായി നമ്മുടെ അഖീദയും ഈമാനും നമ്മുടെ ചിട്ടയുമൊക്കെ ആ മഹത്തുക്കളായ ഔലിയാക്കളുടെ പാതയിൽ നിന്നൊരിക്കലും തെറ്റാതെ ശരിക്കരക്കിട്ട് ഉറപ്പിച്ച് നിലനിർത്താൻ നമ്മളൊക്കെ പ്രതിജ്ഞയെടുക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറഞ്ഞ നിർദ്ദേശം നമ്മൾ സ്വീകരിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഈമാനുള്ളവരെ വല്ലാത്തൊരു ഓമന പേരോട് പിടിയണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഈ വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചോളി, പടച്ചവനെ നല്ലപോലെ തഖ്വയോടുകൂടെ ജീവിച്ചോളി. എന്നിട്ട് ആ തഖ്വ അള്ളാഹു നിർദ്ദേശിച്ചതിന് തൊട്ടു പിന്നില്ല തഖ്വ നിലനിർത്താനുള്ള വഴി കൂടി അള്ളാഹു പറയുന്നു. ഉഖൂലുഹു മഅസ്സാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ അവരോട് ബന്ധപ്പെട്ട് ആ മഅയ്യത്തോടുകൂടെ നിങ്ങൾ നിരന്നോളി. അതാണ് സമസ്ത കേരളത്തിൽ ആ മഹത്തായ പ്രസ്ഥാനത്തിൽ അണിനിരന്ന് അതിൻ്റെ പ്രവർത്തകരായി അതിൻ്റെ സഹായികളായി ദാരിമീസ് അസോസിയേഷൻ പോലെയുള്ള
അതിനുവേണ്ടി അധ്വാനിക്കുന്നവർക്കൊക്കെ സഹായ സഹകരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് മഹത്തായ സമസ്ത കേരള ജമിയത്തുലമായുടെ തങ്ങളും പാപ്പാനെ പോലെ അരികുണ്ട് സ്ഥാപനം പോലെ സാദിഖുജരെ പോലെ എവിയദ്രമസികാരെ പോലെയുള്ള ആളുകളൊക്കെ വളരെ പ്രായം അധികരിച്ചു വരുന്നതാണല്ലോ. അവർക്കൊക്കെ ഹാപ്പിയത്തോടുള്ള ദീർഘായുസ് ഉണ്ടാകാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ചെറുശ്ശേരി ഉസ്താദ്, അതുപോലെ ബാപ്പു ഉസ്താദ്, കാളമ്പാട് ഉസ്താദ്, അതുപോലെ തന്നെ കോയക്കുണ്ടി ഉസ്താദ്, AP ഉസ്താദ്, ഇങ്ങനെ അടുത്തടുത്തായി സമസ്തയിൽ നിന്ന് വഫാത്തായി പോലെ വലിയ മഹാന്മാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും സമസ്തയിൽ മരണപ്പെട്ടു പോയ മറ്റാലിമീകളുടെയും ദറജകൾ അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കട്ടെ. ഇന്ന് ഹയാത്തുള്ള പണ്ഡിതന്മാർക്ക് ആഫിയത്തോടുള്ള അല്ലാഹു ദീർഘായുസ് അധികരിപ്പിച്ച് ഇസ്സത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമാക്കി തരട്ടെ. നമ്മളെല്ലാവരെയും അവൻ്റെ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി മഹാന്മാരുടെ കൂടെ സ്വർഗ്ഗലോകത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തോടുകൂടി മഹത്തായ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നടത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.